എസ് ന്യൂസിലേക്ക് സ്വാഗതം. തെലുങ്ക് പതിപ്പ് പ്രമേയുഗത്തിൻ്റെ 23-ന് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരുന്ന കാര്യം പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. തെലുങ്ക് റിലീസിന് വേണ്ടി അവിടെയുള്ള വിജയ് ചിത്ര എന്ന ന്യൂസ് പേപ്പർ അതിൻ്റെ ഇംഗ്ലീഷ് എഡിഷൻ്റെ ആദ്യ പേജിൽ തന്നെ ഫുൾ പേജ് പരസ്യം ചെയ്തിരിക്കുകയാണ് തെലുങ്ക് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയാം. അതായത് ഒരു മലയാള സിനിമ, അതായത് മമ്മൂട്ടി എന്ന ഇന്ത്യൻ നടൻ്റെ ഏറ്റവും വലിയ ഹിറ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച അഭിനയം ഒരു ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ വരുന്ന ഒരു 25 സിനിമയിൽ വരുന്ന ഒരു സിനിമയുമാണ് ഭ്രമയുഗം എന്ന് തന്നെ പറയാം. അങ്ങനെ നിൽക്കുന്ന ഒരു സിനിമ കേരളത്തിലും അന്യ സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും വമ്പൻ വിജയമായപ്പോൾ ഈ സിനിമ അവിടെ എടുത്തിരിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞത്. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ചക്രവർത്തി രാമചന്ദ്രൻ ആൻഡ് ശശികാന്ത് പ്രൊഡ്യൂസ് ചെയ്ത ഈ ഒരു സിനിമയുടെ തെലുങ്കിലുള്ള റിലീസ് നാളെയാണ് നടക്കാൻ പോകുന്നത്. വലിയ രീതിയിലുള്ള തിയേറ്ററുകളിലാണ് ഈ സിനിമ അവിടെ റിലീസിന്. ഓർക്കുക, തെലുങ്ക് സിനിമയല്ല, ഡബ്ഡ് വേർഷൻസാണ് ചെല്ലുന്നത്. ഈ ഒരു സിനിമ അവിടെ റെക്കോർഡ് തൂക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഒരു പക്ഷേ കേരളം നാണിക്കുന്ന ദിവസമായിരിക്കും അത് എന്ന് തന്നെ പറയാം. കേരളത്തിൽ നിന്ന് 15 കോടിയോളമാണ് സിനിമയ്ക്ക് ഇതുവരെ ലഭിച്ചിരിക്കുന്നത്. സിനിമ കൊള്ളാത്തത് കൊണ്ടോ ജനങ്ങൾ കയറാത്തത് കൊണ്ടോ ഒന്നുമല്ല, തിയേറ്ററുകളില്ല എന്നൊരൊറ്റ കാര്യം കൊണ്ട് തന്നെയാണ്. ഇവിടെ തെലുങ്ക് ജനത കാണിക്കുകയാണ് എങ്ങനെയാണ് ഒരു സിനിമ മാർക്കറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഏറ്റവും നല്ലതായിട്ട് മാർക്കറ്റ് ചെയ്യുന്ന മലയാളത്തിലെ ആളാണ്. എല്ലാവരും കളിയാക്കും, കുറ്റം പറയും, തള്ളുമെന്നൊക്കെ പറയുമെങ്കിലും ഒരു കാര്യം പറയാം, ആൻ്റണിയാണ് ഏറ്റവും നോക്കിക്കഴിഞ്ഞാൽ മികച്ച രീതിയിൽ ഒരു സിനിമയെ മാർക്കറ്റ് ചെയ്യുന്ന വ്യക്തി. അദ്ദേഹം ഇപ്പം നമുക്കറിയാം, മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമ നമ്മൾ കണ്ടു, പരാജയപ്പെട്ടു എന്ന് ഉറപ്പിച്ചു. അപ്പോഴും ആ സിനിമ നേടിയത് 30 കോടിയോളമാണ്. അത് ആൻ്റണി എന്ന ഒറ്റ വ്യക്തിയുടെ മിടുക്ക് തന്നെയാണ്. ഈ ഒരു സിനിമയൊക്കെ ആൻ്റണിയുടെ കയ്യിലേക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് 100-200 കോടിയിലേക്ക് എത്തും. കാരണം അത്ര ക്വാളിറ്റിയുള്ള സിനിമയാണ്. അതേപോലെ നയിക്കാൻ ഒരാൾ മുന്നിലുണ്ടെങ്കിൽ ഈ സിനിമ 200 കോടിയൊക്കെ പൂ പറിക്കുന്ന പോലെ ലഭിക്കുമെന്നുള്ളതാണ്. എന്തായാലും ചത്ത കുഞ്ഞിൻ്റെ ജാതകം നോക്കിയിട്ട് നമുക്ക് കാര്യമില്ല. രണ്ടാമത്തെ ആഴ്ച എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ പോലും സിനിമയ്ക്ക് ഒരു 400 സ്ക്രീൻ പിടിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കേരളത്തിൽ കാണുന്നതെങ്കിൽ ഇവിടെ 200 അല്ല 400-നടുത്തുള്ള തിയേറ്ററുകളിലേക്ക് എത്തുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. 200-ന് മുകളിലുള്ള തിയേറ്ററുകളിൽ തെലുങ്ക് റിലീസ് ഉണ്ട് എന്നുള്ളതാണ്. ആന്ധ്രാപ്രദേശ്, തെലുങ്കാന തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം കൂടെ അമ്മാതിരി ഒരു കൊലത്തൂക്ക് തൂക്കാൻ പോവുകയാണ്. ഒരു പക്ഷേ ഈ സിനിമ റെക്കോർഡ് തൂക്കാൻ പോകുന്നത് അവിടെ നിന്നായിരിക്കും. വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ് മമ്മൂട്ടിയുടെ ഒരു സിനിമ തെലുങ്കിൽ ചെന്നിട്ട് 465ഓളം ദിവസങ്ങൾ അവിടെ ഓടിയത്. വീണ്ടും ചരിത്രം ഒരിക്കൽ കൂടി തിരുത്തി കുറിക്കാൻ പോവുകയാണ്. എന്തായാലും കാത്തിരിക്കാം ഈ സിനിമ അവിടെ എങ്ങനെയാണ് ഏത് റേഞ്ചിലാണ് പോകുന്നത് എന്ന് കാണാനായിട്ട്. എന്തായാലും മാർക്കറ്റിംഗ് ഒക്കെ അവർ അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നീതിപരമായിട്ടുള്ള മാർക്കറ്റിംഗ്, അതാണ് ഒരു ന്യൂസ് പേപ്പറിൻ്റെ ഫ്രണ്ട് പേജിൽ. ഇവിടെയെങ്ങും നമ്മൾ ഒരു സ്ഥലത്ത് പോലും കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയാനുള്ളത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ബ്രോസ്.